PSC പോലുള്ള മത്സര പരീക്ഷകളിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ്, സിലബസിലൊക്കെ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാന വിവരങ്ങൾ. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ് അല്ലെ? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്, ഇപ്പൊ നമുക്കൊരു ഭൂമിയുടെ ഒരു ഫിഗർ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഈ 0 ഡിഗ്രി എന്ന് പറയുന്നതാണ് ഭൂമധ്യരേഖ. അതുപോലെ തന്നെ ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്. ഇത് എന്ന് പറഞ്ഞിരിക്കുന്ന നോർത്തേൺ ഹെമിസ്ഫിയറും ഈ എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സദേൺ ഹെമിസ്ഫിയറുമാണ്. അതുപോലെ തന്നെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇന്ത്യയെ ഭൂപ്രകൃതി അനുസരിച്ച് പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പലതായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമികള്, പിന്നെ എന്താണ് ദ്വീപുകള്, മരുഭൂമികള്, എന്നിങ്ങനെ പലതായിട്ടാണ് ഇന്ത്യയെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. അതുപോലെ തന്നെ ഏഷ്യ വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ലോകരാജ്യങ്ങൾക്കിടയില് വലുപ്പത്തില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ഉത്തരാർദ്ധഗോളത്തിലാണ്. അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾക്കിടയില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ലോകരാജ്യങ്ങൾക്കിടയില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 7ാം സ്ഥാനമാണ്. അപ്പൊ നമുക്ക് ബാക്കി 1, 2, 3 അങ്ങനെ 6 വരെയുള്ള പൊസിഷനിൽ വരുന്ന ബാക്കിയുള്ള രാജ്യങ്ങളെ ഏതൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. ലോകരാജ്യങ്ങൾക്കിടയില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രാമതാണ്? 7ാമതാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും? 1ാം സ്ഥാനത്ത് വരുന്നത് റഷ്യയാണ്. അതായത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണെന്ന് നമ്മൾ പറഞ്ഞു. 1ാം സ്ഥാനം ഏതാണെന്ന് നമുക്ക് PSCക്കൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. 1ാം സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് റഷ്യക്കാണ്. 2ാം സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് കാനഡയാണ്, 2ാം സ്ഥാനത്ത് വരുന്നത്. 3ാം സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് USA ആണ്. അതുപോലെ തന്നെ 4ാം സ്ഥാനമായിട്ട് വരുന്നത്, ലോകരാജ്യങ്ങൾക്കിടയിൽ 4ാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? ചൈനയ്ക്കാണ് 4ാം സ്ഥാനം, ചൈനയാണ്. 5ാം സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രസീലാണ്, 5ാം സ്ഥാനത്ത് വരുന്നത് ബ്രസീൽ. അതുപോലെ 6ാം സ്ഥാനത്ത് വരുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. 7ാം സ്ഥാനം നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു ഇന്ത്യ. ഇങ്ങനെയാണ് ലോകരാജ്യങ്ങൾക്കിടയില് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തില് എന്താണ് രാജ്യങ്ങളെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ 1ാം സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് റഷ്യക്കാണ്, 2ാം സ്ഥാനം കാനഡയ്ക്കാണ്, 3ാം സ്ഥാനം USA, 4ാം സ്ഥാനം ചൈന, 5ാം സ്ഥാനം ബ്രസീല്, 6ാം സ്ഥാനം ഓസ്ട്രേലിയ, 7ാം സ്ഥാനം ഇന്ത്യ. അപ്പൊ നമ്മളിത് കാണാതെ പഠിച്ചു തന്നെ വെക്കണം. അത് ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, 6ാം സ്ഥാനത്ത് വലിപ്പത്തിൽ 6ാം സ്ഥാനത്ത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കത് ഓസ്ട്രേലിയ ആണെന്ന് നമ്മളിത് കാണാതെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 7ാം സ്ഥാനമാണ്. റഷ്യയുടെ സ്ഥാനം 1ാമതാണ്. കാനഡയുടെ സ്ഥാനം 2ാമതാണ്. 1ഉം 2ഉം ഒക്കെ നന്നായിട്ട് തന്നെ നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ ജനസംഖ്യ അടിസ്ഥാനത്തില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രാമതാണെന്ന് അറിയാമോ? ജനസംഖ്യ അടിസ്ഥാനത്തില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് 2ാമതാണ്. നമ്മൾ പറഞ്ഞു ലോകരാജ്യങ്ങൾക്കിടയിലെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് 7ാമതാണ്. അതുപോലെ തന്നെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രാമതാണ്? 2ാമതാണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ്, ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഋതുക്കളെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തില് ഇന്ത്യയിലെ ഋതുക്കളെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. ജസ്റ്റ് ഇപ്പൊ പേരുകളൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ശൈത്യകാലമാണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉഷ്ണകാലമാണ്. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ലാസ്റ്റ് വൺ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. അതായത് ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തില് എങ്ങനെയാണ് ഇന്ത്യയിലെ ഋതുക്കളെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഊഷ്മാവിന്റെയും അതുപോലെ തന്നെ എങ്ങനെയാണ് മഴയുടെയും അടിസ്ഥാനത്തില് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ശൈത്യകാലം, സെക്കൻഡ് വൺ ഏതായിരുന്നു? ഉഷ്ണകാലം, തേർഡ് വൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, ഫോർത്ത് വൺ തെക്ക് വടക്കൻ മൺസൂൺ കാലം എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ?
അടുത്ത നമുക്ക് ഇന്ത്യയുടെ വിസ്തീർണം എന്തോരമാണെന്ന് നോക്കാം. ഇന്ത്യയുടെ വിസ്തീർണം, ഇതൊക്കെ എന്താണ് ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഇതാണ്, എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറഞ്ഞിരിക്കുന്നത് 32,87,263 ചതുരശ്ര ലക്ഷം കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇത് കാണാതെ തന്നെ പഠിക്കണം. ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറഞ്ഞിരിക്കുന്ന 32,87,263 ചതുരശ്ര ലക്ഷം കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിരുന്നു? 32,87,263 ചതുരശ്ര ലക്ഷം കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ലോകത്തിന്റെ ആകെ വിസ്തൃതിയുടെ 2.42% ഇന്ത്യയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോകത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത്? 2.42% ഇന്ത്യ. ലോകത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? 2.42%. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 32,87,263 ചതുരശ്ര ലക്ഷം കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം. അതുപോലെ തന്നെ ലോകത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത്? 2.42%. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഇനി അയൽ രാജ്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത്. അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പം ഇന്ത്യ അതിർത്തി പങ്കിടുന്ന എത്ര രാജ്യങ്ങളുണ്ട്? ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങള് ഏതൊക്കെയാണെന്ന് അറിയാവോ? അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. എത്ര രാജ്യങ്ങളാണ്? 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ നമുക്ക് മാപ്പ് എടുത്ത് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, പിന്നെ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്സ്. ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ്? ടോട്ടൽ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് 9 എണ്ണമാണ്. നമുക്കൊന്ന് എഴുതാം. അതായത് ഇന്ത്യ എന്താണ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, പിന്നെ ചൈന, ബംഗ്ലാദേശ്, പിന്നെ ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ്. ഇതാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങള്. ഓക്കെ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവയൊക്കെയാണ്. ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, അതുപോലെ ഭൂട്ടാൻ, മ്യാൻമർ, ചൈന, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഇവയൊക്കെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം എത്ര രാജ്യങ്ങളാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത്? 9 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഇതിന്റെ അകത്ത് അതായത് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമുണ്ട്, അതുപോലെ തന്നെ സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമുണ്ട്. നമ്മൾ പറഞ്ഞു ടോട്ടല് 9 എണ്ണമാണ് ഉള്ളതെങ്കിലും ഇതിന്റെ അകത്ത് എത്രയാണ്? 7 എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് 7 എണ്ണം. ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ചൈന, ബംഗ്ലാദേശ്. ഇത്രയും രാജ്യങ്ങളാണ് കരാതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. ഇവയൊക്കെയാണ് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ബാക്കി 2 എണ്ണം അവശേഷിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്?
ശ്രീലങ്കയും മാലദ്വീപും. ശ്രീലങ്കയും മാലദ്വീപും എന്താണ്? സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെ? ശ്രീലങ്കയും മാലദ്വീപും. അപ്പൊ നമ്മൾ കണ്ടു ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയെണ്ണം ഉണ്ട്? ടോട്ടൽ 9 എണ്ണം ഉണ്ട്. അതില് കരാതിർത്തി, അതായത് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 7 എണ്ണമാണ്. ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ചൈന, ബംഗ്ലാദേശ്. അതുപോലെ സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീലങ്കയും മാലദ്വീപുമാണ്. ഇത്രയും ക്ലിയർ അല്ലേ?